الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. പ്രിയമുള്ള സഹോദരന്മാർ, നമ്മൾ പഠിച്ചു വരുന്നത് സൂറത്തു നൂറിൻ്റെ തഫ്സീറാണ്. അതിൽ 4-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് നമുക്ക് ഇന്ന് പഠിക്കാനുണ്ട്. 4ഉം 5ഉം ഖുർആൻ എടുത്ത് നോക്കാൻ പറ്റുന്നവരെ നോക്കിയാൽ നല്ലത്. ഈ 4-ാമത്തെയും 5-ാമത്തെയും ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഇഫ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷാ നടപടികളെ സംബന്ധിച്ചാണ്. ഇഫ്ക് എന്ന് പറഞ്ഞാൽ ആരോപണം പറയുക. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് ആരോപണം പറയുന്നതിൻ്റെ ശിക്ഷാ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ആയത്തിൽ അല്ലാഹു പ്രതിപാദിക്കുന്നത്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ആയത്തിൻ്റെ അവതരണം ആയിഷ റളിയല്ലാഹുവിനെ ബന്ധപ്പെട്ട ഇഫ്കിൻ്റെ സംഭവം ഉണ്ടായി. ആയിഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് ചില മുനാഫിക്കുകൾ ചില ആരോപണങ്ങൾ പറഞ്ഞു പരത്തുകയുണ്ടായി, ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല ആരോപണം പറയുന്നവരുടെ ശിക്ഷയെ സംബന്ധിച്ച് ഇറക്കിയിട്ടുള്ള ആയത്താണ് ഇത് എന്നാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു പറയാണ്, വല്ലദീന യർമൂനൽ മുഹ്സനാതി ثم ലം യഅതു ബിഅർബഅതി ശുഹദാഅ ഫജ്ലിദൂഹും 80 ജൽദതൻ വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ വഉലൈക ഹുമുൽ ഫാസിഖൂൻ إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. അല്ലാഹു പറയാണ്, വല്ലദീന ഒരു കൂട്ടർ, യർമൂന ആരോപണം പറയുന്ന ഒരു കൂട്ടർ, അൽ മുഹ്സനാതി ചാരിത്രവതികളായ സ്ത്രീകളെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആണുങ്ങളെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞാലും സ്ത്രീകളെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞാലും രണ്ടും ഒരേ നിയമമാണ്. പക്ഷെ അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചാണ്. സ്ത്രീകളെ സംബന്ധിച്ച് ആരെങ്കിലും വ്യഭിചാര ആരോപണം നടത്തിയാൽ എന്ന് പറയാൻ കാരണം, മുമ്പ് സൂചിപ്പിച്ചതുപോലെ സൂറത്ത് നൂറിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. എല്ലാ സ്ഥലത്തും അള്ളാഹു സ്ത്രീകളെയാണ് മുന്തിക്കുന്നത്. കാരണം ഈ സിനയുമായി ബന്ധപ്പെട്ട ആരോപണവുമായി ബന്ധപ്പെട്ടത് എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾക്കാണ് ഇതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് കൂടുതലായിട്ട് ഉണ്ടാകുക, അല്ലേ? ഒരു സ്ത്രീയെ സംബന്ധിച്ചും പുരുഷനെ സംബന്ധിച്ചും വ്യഭിചാര ആരോപണം നടത്തിയാൽ അതിൽ കൂടുതൽ പ്രയാസം ഉണ്ടാകുന്നത് സ്ത്രീകൾക്കായിരിക്കും, അല്ലേ? സ്വാഭാവികം നമ്മുടെ നാട്ടിലും കണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ വ്യത്യസ്ത കേസുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്ത്രീകളെ പേര് പുറത്തുവിടാത്തത്. കാരണം അവർക്കായിരിക്കും കൂടുതലായിട്ട് പ്രയാസം ഉണ്ടാകുക. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ ഈ വിഷയങ്ങൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾ എടുത്തു പറയുന്നത്. അത് അള്ളാഹു പറഞ്ഞത്, വല്ലദീന ഒരു കൂട്ടർ, യർമൂന അവർ ആരോപണം നടത്തുന്നു, അൽ മുഹ്സനാതി ചാരിത്രവതികളായ സ്ത്രീകളെ, അതായത് സൂക്ഷ്മതയോടെ ജീവിക്കുന്ന നല്ല സ്ത്രീകളെ സംബന്ധിച്ച് ആരോപണം പറയുന്നവർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മുഹ്സനാത്ത് എന്ന വാക്ക് പരിശുദ്ധ ഖുർആനിൽ 3 അർത്ഥത്തിലാണ് ഉപയോഗിച്ചത്. ഒന്ന്, ഈ അർത്ഥത്തിൽ മുഹ്സനാത്ത് ചാരിത്രവതികളായ സ്ത്രീകൾ. 2, വിവാഹം കഴിച്ച സ്ത്രീകൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 3-മത്തത് സ്വതന്ത്രകളായ സ്ത്രീകൾ എന്ന അർത്ഥത്തിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഈ വാക്കിന്റെ മറ്റൊരു പ്രത്യേകത, ഇമാം ഖസായി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിവായത്തിൽ വൽ മുഹ്സിനാതി സ്വാദിന് കസ്റായിട്ടാണ് ഓതപ്പെടുന്നത്. പക്ഷെ നമ്മൾ ഓതുന്ന റിവായത്തിൽ സ്വാദിന് ഫത്ഹാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇത്തരത്തിലുള്ള ചാരിത്രവതികളായ സ്ത്രീകളെ സംബന്ധിച്ച് വ്യഭിചാരാരോപണം നടത്തുന്നവർ സുമ്മ ലം യഅതു എന്നിട്ട് അവർ കൊണ്ടുവരികയും ചെയ്തിട്ടില്ല, ആരോപണം നടത്തി എന്നിട്ട് അവർ കൊണ്ടുവരികയും ചെയ്തിട്ടില്ല, ബിഅർബഅതി ശുഹദ 4 സാക്ഷികളെ. ഇപ്പം എന്ത് മനസ്സിലായി? ഒരാളെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞാൽ, വ്യഭിചാരാരോപണം നടത്തിയാൽ 4 സാക്ഷികളെ ഹാജരാക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയാം, ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം സിന ചെയ്തു എന്ന് ആരോപണം നടത്തിയാൽ 4 സാക്ഷികളെ കൊണ്ടുവരണം. ആ 4 സാക്ഷികളും പറയണം നമ്മളത് കണ്ടു എന്ന്. അദ്ദേഹം സിന ചെയ്യുന്നത്
നമ്മൾ കണ്ടു എന്ന് 4 സാക്ഷികൾ സാക്ഷ്യം വഹിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് മേൽ ശിക്ഷ നടപ്പാക്കുകയുള്ളൂ. എന്നങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ, ഇതാണ് ഈ ആയത്ത് പറയുന്നത്, ആരോപണം നടത്തുകയും സാക്ഷികളെ കൊണ്ടുവരികയും ചെയ്തിട്ടില്ല എങ്കിൽ ഫജ്ലിദൂഹും, നിങ്ങൾ അവരെ ചാട്ടവാർ കൊണ്ട് അടിക്കുക, 80 ജൽദ, 80 അടി അടിക്കുക. അതാണ് ആരോപണം നടത്തിയ ആൾക്കാരുടെ ശിക്ഷ. ഒരാൾ ആരോപണം നടത്തി അതിന് വ്യക്തമായ തെളിവ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ 80 അടി അവരെ നിങ്ങൾ അടിക്കുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാളെ സംബന്ധിച്ച് ഒരാൾ വ്യഭിചാര ആരോപണം നടത്തി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു 4 സാക്ഷികളെ ഹാജരാക്കാൻ. അദ്ദേഹം 4 ആൾക്കാരെ കൊണ്ടുവന്നു സാക്ഷികളായി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 4ാമത്തെ ആൾ ചോദിച്ചു, നീ കണ്ടിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, കണ്ടിന്. എന്താ നീ കണ്ടത്? ഇല്ല, അവരിങ്ങനെ ഒന്നിച്ച് റൂമിലേക്ക് പോകുന്നത് കണ്ടിന്, പിന്നൊന്നും കണ്ടിട്ടില്ല. അതായത് നീ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പോവാണ്. അപ്പൊ അദ്ദേഹം അല്ല ഒഴിവായി. ബാക്കി 3 ആൾ. ഈ ബാക്കി 3 ആൾക്കാരെയും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു 80 അടി അടിച്ചു എന്നാണ്. 4 സാക്ഷികളെ തികച്ചു കൊണ്ടുവരികയും അവർ കണ്ടു എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് സിന ചെയ്തതിന് ശിക്ഷ നടപ്പാക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ ഈ ആരോപണം പറഞ്ഞ വ്യക്തികൾക്ക് 80 അടി കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, ഈ ആയത്തിൽ നിന്ന് ആരോപണം പറയുന്നതിന്റെ ഗൗരവത്തെ സംബന്ധിച്ചാണ്. ഇന്ന് ദുനിയാവില്, പ്രത്യേകിച്ച് നമ്മളെ ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആരോപണം പറയുന്നത് 2 വിഷയത്തിലാണ്. എന്നാൽ ഇത് രണ്ടും വളരെ ഗൗരവപ്പെട്ടതും കൂടിയാണ്. ഒന്ന്, ഒരാളെ സംബന്ധിച്ച് കുഫറോ ഷിർക്കോ ബിദ്അത്തോ ഈ വിഷയത്തിൽ ഒരാളെ ആരോപിക്കുക, അയാൾ മുശ്രിക്കാണ്, അയാൾ കാഫിറാണ്. നമ്മൾ പറയുന്നത് വാക്കിന്റെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ടാണ്, അല്ലേ? ഇന്നെല്ലാവരും വായി തുറന്നാൽ പറയാം, ഓൻ മുശ്രിക്കാണ്, അല്ലെങ്കിൽ ഓൻ കാഫിറാണ്. വളരെ ലാഘവത്തോടുകൂടി, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഒരാളെ സംബന്ധിച്ച് കുഫർ ആരോപിക്കുകയും അദ്ദേഹത്തിൽ അതില്ല എങ്കിൽ ആ കുഫർ തിരിച്ച് നിങ്ങളിലേക്ക് വരികയും ചെയ്യും. മരിക്കുന്നതിന് മുമ്പ് ഒന്നുകിൽ കുഫറായിട്ട്, അല്ലെങ്കിൽ മുശ്രിക്കായിട്ട്, അല്ലെങ്കിൽ മുബത്തദയായിട്ടായിരിക്കും അയാൾ മരണപ്പെടുക. ഈ ആരോപണം നടത്തിയ വ്യക്തികൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ തൊട്ട് താഴെ സിനയുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. കാരണം മനുഷ്യന്റെ ഏറ്റവും കൂടുതൽ അഭിമാനം തകർന്നടിയുന്ന ഒരു കാര്യമാണ് സിനയുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെടുക എന്നുള്ളത്. അതും ഇന്ന് ലാഘവത്തോടെ വളരെ എളുപ്പത്തിൽ ജനങ്ങൾ ചെയ്യുന്ന ഒരു തിന്മയാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇന്ന് ഒരാളെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞു അയാൾ തോന്നിവാസിയാണ് എന്ന്, എങ്കിൽ കൂടി അയാളുടെ ആ തിന്മ നമ്മൾ പരസ്യപ്പെടുത്താൻ പാടില്ല. നമ്മൾ രഹസ്യമാക്കി വെക്കുക. അള്ളാഹു രഹസ്യമാക്കിയ ഒരു കാര്യത്തെ നമ്മളെന്തിനാ പരസ്യപ്പെടുത്തുന്നത്? പിന്നെ നമ്മൾ ഒരാളുടെ തിന്മ പരസ്യപ്പെടുത്തിയാൽ, അള്ളാഹു നമ്മുടെ തിന്മകൾ പരസ്യപ്പെടുത്തിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒരാളെ സംബന്ധിച്ച് എന്തെങ്കിലും തോന്നിവാസമോ വേണ്ടാത്ത കാര്യങ്ങളോ കേട്ടാലോ അറിഞ്ഞാലോ അത് രഹസ്യമാക്കി വെക്കുക. അതാണ് മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും യോജിച്ചത്. ഇത് നസീഹത്തായിട്ട് അയാളെ പോയിട്ട് ഉപദേശിക്കുക. അതല്ലാതെ അത് പരസ്യപ്പെടുത്തി അയാളെ നാണം കെടുത്താൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ ഇതും കൂടി ആലോചിക്കുക. നമ്മുടെ തിന്മകൾ അള്ളാഹു പരസ്യപ്പെടുത്തിയുള്ള അവസ്ഥയും കൂടി നമ്മൾ ആലോചിക്കുക. ഇതാണ് ഈ ആയത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പാഠം. എന്നിട്ട് അള്ളാഹു പറയാണ്, 4 സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ 80 അടി അവരടിക്കുക. 1ാമത്തെ ശിക്ഷ. അത് മാത്രമല്ല, വലാ തഖ്ബലൂ ലഹും, നിങ്ങൾ ഒരിക്കലും അവരിൽ നിന്ന് സ്വീകരിക്കാൻ പാടില്ല, ഷഹാദതൻ അബദ, അവരുടെ സാക്ഷ്യം പിന്നീട് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. 2ാമത്തെ ശിക്ഷ. ഒന്ന് 80 അടി. 2ാമത്തത് പിന്നീട് ഒരിക്കലും ഈ ആരോപണം പറഞ്ഞ വ്യക്തികളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. 3ാമത്തത് വഉലൈക ഹുമുൽ ഫാസിഖൂൻ, ആ കൂട്ടരാണ് തെമ്മാടികൾ. ഇതാണ് 3 ശിക്ഷകൾ. ആരോപണം നടത്തിയ വ്യക്തി തെളിവ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ 3 കാര്യങ്ങൾ അവന് മേൽ ഉണ്ടാകും. ഒന്ന് 80 അടി ഉണ്ടാവും. 2ാമത്തത് അയാളുടെ സാക്ഷ്യം ഒരിക്കലും സ്വീകരിക്കൂല. 3ാമത്തത് അയാൾ ഫാസിഖീങ്ങളുടെ ഗണത്തിലാണ് പെടുക. 3 ശിക്ഷകൾ. ഇനി പറയാൻ പോകുന്ന ആയത്തിൽ അള്ളാഹു പറയുന്നത് ചില വ്യക്തികൾ ഒഴിച്ച് ഇല്ലല്ലദീന താബു, ഇല്ലല്ലദീന ഒരു കൂട്ടരൊഴിച്ച്, താബു തൗബ ചെയ്തവർ. ഒരാൾ ആരോപണം നടത്തി, പിന്നെ തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? തൗബ ചെയ്തു. വഅസ്ലഹു, തൗബ ചെയ്താൽ മാത്രം പോരാ, വഅസ്ലഹു അവസ്ഥകൾ നന്നാക്കുകയും ചെയ്തു. തൗബ ചെയ്തിട്ട് പിന്നെ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല മനുഷ്യനെ ജീവിക്കാൻ അവരുടെ തയ്യാറായാൽ അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും പാപങ്ങൾ പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നവനാകുന്നു. ഇതാണ് ഈ ആയത്തിൽ ഉദ്ദേശം. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയാൻ, ഒരാളെ ആരോപണം നടത്തുകയും തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ
3 ശിക്ഷകൾ അവനെ തേടിയെത്തുക. ഒന്ന് 80 അടി ഉണ്ടാവും. രണ്ടാമത്തത് അയാളുടെ സാക്ഷ്യങ്ങൾ ഒരിക്കലും സ്വീകരിക്കൂല. മൂന്നാമത്തത് അയാൾ ഫാസിഖീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും എണ്ണപ്പെടുക. ആരൊഴിച്ച്? തൗബ ചെയ്ത ആൾക്കാരൊഴിച്ച്. തൗബ ചെയ്താൽ 80 അടി എന്തായാലും ഉണ്ടാവും. അത് ഹക്കുൽ ആദമി, 80 അടി നിർബന്ധമായിട്ടുണ്ടാവും. എന്നാൽ അയാളുടെ തൗബ ചെയ്ത് നന്നാകുകയാണെങ്കിൽ അയാളുടെ സാക്ഷ്യം സ്വീകരിക്കുകയും അയാളുടെ ഫാസിഖീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നതാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ 2 ആയത്തിലായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞ ഈ 2 ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം ആരോപണം പറയുന്നതിന്റെ ഗൗരവത്തെ സംബന്ധിച്ച വളരെ ഗൗരവത്തോട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ആരോപണം പറയാന്നുള്ളത്. നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ 2 കാര്യങ്ങൾ, ഒന്ന് ശിർക്കും കുഫറും ആരോപിക്കുക, അതല്ലെങ്കിൽ സിന ആരോപിക്കുക. ഇത് രണ്ടും വളരെ ഗൗരവപ്പെട്ടതാണ്. എന്നാൽ ഈ സമൂഹത്തിൽ ഇന്ന് വളരെ നിസ്സാരമായി കാണുന്നതുമായ തിന്മയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. هذا والله أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله وبركاته.